റെഡ് അലർട്ടുള്ള മലപ്പുറത്തും അതിശക്തമായ മഴ തുടരുന്നു. കൊണ്ടോട്ടി നീറാട്ട് തോട്ടിൽ 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറം വടക്കേമണ്ണിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോട്ടയ്ക്കൽ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടങ്ങളിലും നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് നാശനഷ്ടം സംഭവിച്ചു. മലപ്പുറം ജില്ലയിലും മഴക്കെടുതി രൂക്ഷം. ഇന്നലെ രാത്രി ആരംഭിച്ച മഴയ്ക്ക് ഉച്ചയോടെ അല്പം ശമനമായി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കൊണ്ടോട്ടി നീറാട് തോട്ടിൽ വീണ് 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മേലെപ്പറമ്പ് കണ്ണപ്പത്തൊടി ഹമീദിന്റെ മകൻ ഐമൻ ആണ് മരിച്ചത്. വീടിന്റെ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് വീണ് ഒഴുകി മീറ്ററുകളോളം അപ്പുറത്താണ് കുട്ടിയെ കണ്ടെത്തിയത്. പലയിടങ്ങളിലും റോഡുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സവും ഉണ്ടായി. മലപ്പുറം തിരൂർ റൂട്ടിൽ വടക്കേമണ്ണയിൽ റോഡ് ഇടിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു. പുലർച്ചെ റോഡിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതേസമയം മഴക്കെടുതി നേരിടാൻ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് മഴ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ജില്ലകളിൽ നമുക്ക് പ്രത്യേക മുന്നൊരുക്കം നടത്താനുള്ള നിർദ്ദേശം ദിനം നൽകിയിട്ടുണ്ട്. മലപ്പുറം കൈനോട് വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വീട്ടമ്മ മണ്ണിനടിയിൽപ്പെട്ടു. 3 വീടുകളുടെ മുകളിലേക്ക് ആണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കൈനോട് സ്വദേശി ഉമൈബയ്ക്ക് ആണ് പരിക്കേറ്റത്. വീടിന്റെ അടുക്കള ഭാഗം ഇടിഞ്ഞതോടെ ഉമൈബ അതിൽ അകപ്പെടുകയായിരുന്നു. കനത്ത മഴയിൽ തോട് കര കവിഞ്ഞൊഴുകി വണ്ടൂർ ചെട്ടിയാറമ്മലിൽ 5ഓളം വീടുകളിൽ വെള്ളം കയറി. ഭാരതപ്പുഴയും ചാലിയാറും കര കവിഞ്ഞു. ജനം, മലപ്പുറം.